നമസ്കാരം. ബിഗ് ബോസ് ഇന്ന് രാവിലെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഈ ടാസ്ക് ഇതായിരുന്നു: ഈ കപ്പലിനെ മുക്കാൻ ശ്രമിക്കുന്ന കപ്പിത്താൻ ആരാണ്? ഈ ഈ കപ്പലിനെ, ഇതൊരു ബിഗ് ബോസ് ഒരു കപ്പലാണ്, ആ കപ്പലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ, രണ്ട് പേരുടെ പേര് പറയണമായിരുന്നു. അതിനകത്ത് അനീഷ സ്വന്തം പേര് പറഞ്ഞു ഇല്ല പറ്റത്തില്ല, സ്വന്തം പേര് പറയാൻ പറ്റില്ല എന്ന്. അതിനകത്ത് ചിലരൊക്കെ അനീഷിന്റെ പേര് പറഞ്ഞു, ജീസലിന്റെ പേര് പറഞ്ഞു. ആര്യൻ നന്നായിട്ട് ഇപ്പം ഒരു കുട്ടിക്കളി ഉണ്ടെങ്കിൽ പോലും എല്ലാം പുള്ളിക്കുള്ളിൽ തമാശയായിട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ ആര്യന്റെ പേര് ഒരുപാട് പേര് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആദിലയുടെ നൂറയുടെ പേര് ആരാണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരുടെ ആയിരുന്നു അറിയാമോ? ശൈത്യ. കാരണം ശൈത്യയും അനുവിന്റെ സോളാണ് ശൈത്യം എന്ന് പറഞ്ഞായിരുന്നത്. പക്ഷെ ആദ്യം ശൈത്യ മുക്കിക്കൊല്ലാൻ, ഈ കപ്പലിനെ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരേ ഒരാളുടെ പേര് പറഞ്ഞത് അനുമോളുടെ പേരാണ്. മിക്കവരും അനുമോളുടെ പേര് പറഞ്ഞു കേട്ടോ. അതേപോലെ ശാരിക കെ.ബിയുടെ പേര്. ശരി, ഇവരൊക്കെ വെറും ചാഴികളാണ് അതിനകത്ത്. ശാരിക കെ.ബിക്ക് എത്ര മുഖമുണ്ടോ, ഈ ഓന്തിന്റെ കാര്യം പറഞ്ഞില്ല, അപ്പ കണ്ടോനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത്. ഒരു നിലപാടും ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അവര്. അതുപോലെ തന്നെ അനുമോള്, ശരിക്കും അനുമോൾക്ക് ഇച്ചിരി ഏജ്ഡാണ്, പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു റെന ഫാത്തിമയെക്കാളിലും താഴ്ന്ന രീതിയിലാണ് ഈ അനുമോളുടെ ചില സമയത്തെ സംസാരവും സ്വഭാവവും ഒക്കെ. അപ്പൊ അങ്ങനെ ഒരു പണിയുണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചോദ്യമൊക്കെ ആയി, നീ എന്റെ പേര് പറഞ്ഞു എന്നൊക്കെയുള്ള ചോദ്യം ബഹളവും ഒക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള, പിന്നെ അക്ബറിനെ എല്ലാവരും അതുപോലെ തന്നെ വെറുത്ത ഒരു ആളായിട്ടാണ് കാണിച്ചിരിക്കുന്നത് മിക്കവരും. പിന്നെ ഷാനവാസിന്റെ പേര് പറഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ നടന്നു. ഇതൊക്കെ നമുക്ക് വൈകിട്ട് എന്തൊക്കെ കാണിക്കും എന്നുള്ള കാര്യം വൈകിട്ട് കാണാം.